ഹലോ നമസ്കാരം കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് രസതന്ത്രമാണ്. രസതന്ത്രത്തിലെ എട്ടാം ക്ലാസ്സിലെ നാലാമത്തെ പാഠമാണ് പദാർത്ഥ സ്വഭാവം. അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് നേരിട്ട് കടക്കാം. നോക്കാം, എന്താണ് പറയുന്നത്. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ എല്ലാ വസ്തുക്കളും അറിയപ്പെടുന്നത് പദാർത്ഥം അഥവാ ദ്രവ്യം എന്നാണ്. ശരിയാണല്ലോ. ഖരാവസ്ഥയിലും അതുപോലെ ദ്രാവകാവസ്ഥയിലും വാതകാവസ്ഥയിലും ഉള്ള എല്ലാ വസ്തുക്കൾക്കും എന്താവശ്യമാണ്? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്, അല്ലെ? അങ്ങനെയുള്ള എല്ലാ വസ്തുക്കളെയും പറയുന്ന പേരാണെന്ത്? പദാർത്ഥം. എന്താണ് ഈ പദാർത്ഥത്തിന്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ എന്താണ് പദാർത്ഥം? ഒരു വസ്തു പദാർത്ഥമാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന് എന്ത് വേണം? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യം വേണം. പിന്നെ മാസ് ഉള്ളതായിരിക്കണം, അല്ലെ? അതിനൊരു നിശ്ചിത ഭാരമുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഭാരമുണ്ടായിരിക്കണം. അങ്ങനെയുള്ള വസ്തുക്കളെ എല്ലാം നമ്മൾ എന്തെന്ന് പറയും? പദാർത്ഥം അഥവാ ദ്രവ്യം എന്ന് പറയും. നോക്കാം, പദാർത്ഥത്തിന്റെ 7 അവസ്ഥകളുണ്ട്. പദാർത്ഥങ്ങൾക്ക് 7 അവസ്ഥകളുണ്ട്. ഏതെല്ലാമാണ്? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ്, ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗുവോൺ പ്ലാസ്മ. ഏതൊക്കെയാണ്? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗുവോൺ പ്ലാസ്മ. ഓക്കെ, അപ്പോൾ ഒരു പദാർത്ഥത്തിന്റെ നാലാമത്തെ അവസ്ഥ ഏത്? പ്ലാസ്മ. ഒരു പദാർത്ഥത്തിന്റെ 5ാമത്തെ അവസ്ഥ ഏത്? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഒരു പദാർത്ഥത്തിന്റെ 6ാമത്തെ അവസ്ഥ ഏത്? ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ഓക്കെ, ഇത്തരം ചോദ്യങ്ങളെല്ലാം നിങ്ങൾ പരീക്ഷയ്ക്ക് കണ്ടിരിക്കും, അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. പദാർത്ഥത്തിന്റെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. ഉന്നതമായ താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിന്റെ അവസ്ഥയാണ് ഈ പ്ലാസ്മ എന്ന് പറയുന്നത്. എന്താണ് പ്ലാസ്മ? ഒരു കുഴഞ്ഞ രൂപത്തിൽ, അല്ലെ, അയോണീകരിക്കപ്പെട്ട കണികകൾ കാണപ്പെടുന്നുണ്ട് ഇവയിൽ എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ചോദിക്കാം, ഉന്നതമായ താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ കാണപ്പെടുന്ന പദാർത്ഥത്തിന്റെ അവസ്ഥ ഏതാണ്? പ്ലാസ്മയാണ്. കണികകൾ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നത് ഖരാവസ്ഥയിലാണ്. ഒരു പദാർത്ഥത്തിലെ കണികകൾ ഏറ്റവും അടുത്തടുത്തായി തിങ്ങി ഞെരുങ്ങി കാണപ്പെടുന്നത് ഏതവസ്ഥയിലാണ്? ഖരാവസ്ഥയിലാണ്. എന്നാൽ കണികകൾ തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലുള്ളത് വാതകാവസ്ഥയിലാണ്. കണികകൾ തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലുള്ളത് ഏതവസ്ഥയിലാണ്? വാതകാവസ്ഥയിലാണ്. അവസ്ഥാ പരിവർത്തനത്തിന് കാരണം താപനിലയിലുള്ള വ്യത്യാസമാണ്. നോക്കൂ, ഒരു പദാർത്ഥത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവിടെ താപനില വളരെയേറെ സ്വാധീനിക്കുന്നു. ഓക്കെ, താപനിലയിലുള്ള വ്യതിയാനം മൂലമാണ് അവസ്ഥാ പരിവർത്തനം ഉണ്ടാവുന്നത്. ഖരം ദ്രാവകമായി മാറുന്നതും ദ്രാവകം വാതകമായി മാറുന്നതും എല്ലാം ഈ താപനിലയിലുള്ള വ്യതിയാനമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? ചില ഖരപദാർത്ഥങ്ങൾ ചൂടാക്കിയാൽ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയാണ് ഉത്പതനം അഥവാ സബ്ലിമേഷൻ. നോക്കൂ, നമ്മൾ പറഞ്ഞു ഒരു വസ്തുവിൻ്റെ പദാർത്ഥത്തിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ താപനിലയിലുള്ള വ്യതിയാനം കാരണം ഖരം ദ്രാവകമായും ദ്രാവകം വാതകമായും ഒക്കെ മാറും. ക്ലിയർ അല്ലേ? ഓക്കെ, എന്താണ് എക്സാമ്പിൾ? ജലം, അല്ലെ? ജലം എന്താണ്? വീണ്ടും ചൂടാക്കിയാൽ നീരാവിയായി, തണുപ്പിച്ചാൽ എന്തായി? ഐസായി. എന്നാൽ ഇവിടെ ചില ഖരപദാർത്ഥങ്ങൾ ദ്രാവകമാകാതെ നേരിട്ട് എന്തായി മാറുന്നു? വാതകമായി മാറുന്നു. ഇത്തരം പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഉത്പതനം അഥവാ സബ്ലിമേഷൻ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ ഉത്പതനം സംഭവിക്കുന്ന വസ്തുക്കൾക്ക് ഉദാഹരണമാണ് പാറ്റാഗുളിക, അയഡിൻ, കർപ്പൂരം എന്നിവ. അപ്പൊ ഉത്പതനം സംഭവിക്കുന്ന വസ്തുക്കൾക്ക് ഉദാഹരണം ഏതാണ്? പാറ്റാഗുളിക, അയഡിൻ, കർപ്പൂരം എന്നിവ. ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരുന്നത് അറിയപ്പെടുന്നതാണ് വ്യാപനം അഥവാ ഡിഫ്യൂഷൻ. നോക്കൂ, ചില കണികകൾ എന്താണ്? അവയ്ക്ക് ചലന സ്വാതന്ത്ര്യമുണ്ട്, അല്ലേ? കണികൾക്ക് ചലന സ്വാതന്ത്ര്യമുണ്ട്. പ്രത്യേകിച്ചും വായുവിലാണെങ്കിൽ എന്തായിരിക്കും? കണികകൾ പരസ്പരം അങ്ങ് കലർന്നു പോകും. ഇപ്പൊ എക്സാമ്പിൾ എന്താ പറയാ? നമ്മളൊരു സെന്റ് കുപ്പി തുറന്നു, അല്ലേ? അപ്പൊ സെന്റ് കുപ്പിയിലെ ആ കണികകൾ അത് വാതകമായി മാറിയിട്ട് അതിൻ്റെ കണികൾ, അന്തരീക്ഷത്തിലുള്ള കണികളും തമ്മിൽ എന്തായി? പരസ്പരം കൂടിക്കലരുന്നു, അല്ലേ? ക്ലിയർ അല്ലേ? അതുപോലെ നമ്മളൊരു ചന്ദനത്തിരി കത്തിച്ചാൽ അതിൻ്റെ മണം എങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത്? അത് വ്യാപനമാണ്, വ്യാപിക്കുകയാണ്, അല്ലേ? അവിടുത്തെ കണികൾ എന്ത് ചെയ്യുന്നു? വ്യാപിക്കുന്നു, അന്തരീക്ഷത്തിലെ കണികളുമായി പരസ്പരം കൂടിക്കലരുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത്, ഒരേ സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളാണ്
ശുദ്ധ പദാർത്ഥങ്ങൾ. എന്താണ്? ഒരേ സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് ശുദ്ധ പദാർത്ഥങ്ങൾ എന്നാണ്. എന്നാൽ വ്യത്യസ്ത സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളാണ് മിശ്രിതങ്ങൾ. വ്യത്യസ്ത സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് മിശ്രിതങ്ങൾ എന്നാണ്. എന്താണ് ഇതിന് എക്സാമ്പിൾ പറയാം? ഇപ്പം നോക്കൂ, നമ്മൾ ജലം എടുത്തു. ജലം ഒരു ശുദ്ധ പദാർത്ഥമാണ്. കാരണം ജലത്തിലുള്ള കണികകളെല്ലാം ഒരേ സ്വഭാവമാണ്, അല്ലേ? ആണ്. ഓക്കെ. അതുപോലെ മണ്ണ്, സ്വർണം, ഐസ്, നീരാവി, പഞ്ചസാര, ഉപ്പ്, കാർബൺ ഡൈ ഓക്സൈഡ്, ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ കണികൾക്കും ഒരേ സ്വഭാവമല്ലേ? ആണ്. അപ്പം ഇവയാണ് എന്ത്? ശുദ്ധ പദാർത്ഥങ്ങൾ. ഇപ്പം നമ്മൾ സ്വർണ്ണം എടുത്തു. സ്വർണ്ണം ഒരു ശുദ്ധ പദാർത്ഥമാണ്. എന്നാൽ സ്വർണം കൊണ്ട് നിർമ്മിച്ച ഒരു ആഭരണം എടുത്തു കഴിഞ്ഞാലോ അതൊരിക്കലും ഒരു ശുദ്ധ പദാർത്ഥമല്ല. കാരണം എന്താണ്? സ്വർണ്ണമല്ലാതെ അതിനകത്ത് വേറൊരു മിശ്രിതം വരുന്നുണ്ട്. ഏതാണ്? ചെമ്പ്, അല്ലെ? ചെമ്പെന്ന് പറയുന്ന വേറൊരു പദാർത്ഥം വരുന്നുണ്ട്. അപ്പോൾ ഒരു സ്വർണ്ണാഭരണം എന്ന് പറയുന്നത് എന്തല്ല? ഒരു ശുദ്ധ പദാർത്ഥമല്ല. ക്ലിയർ ആയോ? അതൊരു മിശ്രിതമാണ്. ഇപ്പൊ നോക്കും, അടുത്തൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പൊ ഒരു ഉപ്പ് വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഉപ്പ് എന്ന് പറയുന്നത് ശുദ്ധ പദാർത്ഥമാണ്. എന്നാൽ ഉപ്പ് വെള്ളം എന്ന് പറയുന്നത് ഉപ്പിന്റെയും ജലത്തിന്റെയും മിശ്രിതമാണല്ലോ. ഉപ്പ് വെള്ളം എന്ന് പറയുന്നത് ഉപ്പിന്റെയും ജലത്തിന്റെയും മിശ്രിതമാണല്ലോ. അപ്പൊ രണ്ട് വ്യത്യസ്ത പദാർത്ഥങ്ങളുടെ മിശ്രിതമാണത്, അല്ലേ? ക്ലിയർ അല്ലേ? അതുപോലെ പഞ്ചസാര ലായനി എടുത്താൽ എന്താണ്? പഞ്ചസാരയും വെള്ളവും ചേർന്നതാണ് പഞ്ചസാര ലായനി. ക്ലിയർ അല്ലേ? അപ്പൊ സോഡ വെള്ളം എടുത്താലോ? ക്ലിയർ ആണോ? അപ്പൊ എന്താണ് മിശ്രിതം, എന്താണ് ശുദ്ധപദാർത്ഥം? ക്ലിയർ ആയില്ലേ? ഓക്കെ. ക്ലിനിക്കൽ ലാബുകളിൽ രക്തസാമ്പിളുകളിൽ നിന്ന് രക്തകോശം വേർതിരിക്കാനും രാസപരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ അവക്ഷിപ്തം വേഗത്തിൽ വേർതിരിക്കാനും ഉപയോഗിക്കുന്ന മാർഗമാണ് സെൻട്രിഫ്യൂഗേഷൻ. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ് സെൻട്രിഫ്യൂഗേഷൻ. എന്താണ് ഇവിടെ സെൻട്രിഫ്യൂഗേഷൻ ഉപയോഗിക്കുന്നത്? ക്ലിനിക്കൽ ലാബുകളിൽ രക്തസാമ്പിളുകളിൽ നിന്ന് രക്തകോശം വേർതിരിക്കാൻ എന്താണ് ഉപയോഗിക്കുന്നത്? ഈ സെൻട്രിഫ്യൂഗേഷൻ ആണ് ഉപയോഗിക്കുന്നത്. രക്തപരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ അവക്ഷിപ്തം വേഗത്തിൽ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് സെൻട്രിഫ്യൂഗേഷൻ. ക്ലിയർ ആണോ? ഓക്കെ. അടുത്തത് സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സെൻട്രിഫ്യൂജ്. എന്താണ്? സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സെൻട്രിഫ്യൂജ്. അപ്പോൾ നമ്മൾ നിത്യേന വീടുകളിലും ഈ സെൻട്രിഫ്യൂഗേഷൻ ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെയാണ്? തൈരിൽ നിന്നും വെണ്ണ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് സെൻട്രിഫ്യൂഗേഷൻ. എന്താണ്? തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കുന്നു. അതിലെ ഒരുപോലുള്ള ഒരു കണികൾ എന്ത് ചെയ്യുന്നു? അടിയിക്കുന്നു, അല്ലെ? ഒരേ തരത്തിലുള്ള കണികളെ എന്ത് ചെയ്യുന്നു? അടിയിക്കുന്നു, അല്ലെ? സെൻട്രിഫ്യൂഗേഷൻ ഉപയോഗിച്ചിട്ട്. ക്ലിയർ അല്ലേ? അപ്പൊ തൈരിൽ നിന്നും വെണ്ണ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് സെൻട്രിഫ്യൂഗേഷൻ. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കാം. ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ക്രൊമാറ്റോഗ്രാഫി. എന്താണ്? ലായനി, ലായകം, അല്ലെ? ലീനം എന്നൊക്കെ നമ്മൾ പഠിച്ചു, അല്ലെ? എന്താണ് ലായകം? സാർവിക ലായകം ജലം, അല്ലെ? ഒരു മിശ്രിതമാണ് എന്ത്? ലായകം. അതിൻ്റെ ലായകത്തിലെ ലീനം എന്താണ്? ലീനം എന്താണ്? അലിഞ്ഞു ചേരുന്ന എന്താണ്? അതാണ് ലീനം, അല്ലെ? ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ക്രൊമാറ്റോഗ്രാഫി. നോക്കൂ, ഒരു ലായകമുണ്ടെന്ന് സങ്കല്പിക്കുക. ഒരു ലായകം, എന്താ പറയുക, ദ്രാവകാവസ്ഥയിലുള്ള ഒരു സംഭവം ഉണ്ട്. ഓക്കെ. അതിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ലീനം, അതിൽ ഏത് പദാർത്ഥമാണോ അലിഞ്ഞു ചേർന്നിരിക്കുന്നത് ആ പദാർത്ഥത്തെ എന്ത് ചെയ്യണം? നമുക്കതിന്ന് വേർതിരിച്ചെടുക്കണം. അങ്ങനെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് എന്തെന്ന് പറയുന്നത്? ക്രൊമാറ്റോഗ്രാഫി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ക്രൊമാറ്റോഗ്രാഫി? നമുക്കറിയാം, ഈ ക്രൊമാറ്റോ എന്ന് പറഞ്ഞാൽ ആ ഒരു വേർഡ് തന്നെ കളറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെ? കളറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആ ഒരു വേർഡ് എന്താണ്? കളറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നോക്കാം, ചായങ്ങളിൽ നിന്ന് ഘടകങ്ങൾ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് ക്രൊമാറ്റോഗ്രാഫിയാണ്. ചായങ്ങളിൽ നിന്ന് ഘടകങ്ങൾ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് ക്രൊമാറ്റോഗ്രാഫിയാണ്. രക്തത്തിൽ കലർന്ന വിഷാംശങ്ങൾ വേർതിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത് ക്രൊമാറ്റോഗ്രാഫിയാണ്. രക്തത്തിൽ കലർന്ന വിഷാംശങ്ങൾ വേർതിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ക്രൊമാറ്റോഗ്രാഫിയാണ്, അല്ലേ? നിറമുള്ള പദാർത്ഥങ്ങൾ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് ക്രൊമാറ്റോഗ്രാഫിയാണ്. ക്ലിയർ ആണോ? ഓക്കെ. നോക്കാം. ക്രൊമാറ്റോഗ്രാഫിക്ക് ആധാരം എന്ന് പറയുന്നത് അതിശോഷണം. എന്താണ്? അതിശോഷണമാണ് ക്രൊമാറ്റോഗ്രാഫിക്ക് ആധാരം. അപ്പം എന്താണ് ഈ അതിശോഷണം?
ഫിൽട്ടർ പേപ്പറും കണികകളും തമ്മിലുള്ള ആകർഷണം മൂലം കണികകൾ ഫിൽട്ടർ പേപ്പറിൽ പറ്റിപ്പിടിക്കുന്ന പ്രക്രിയയാണ് അതിശോഷണം. നോക്കൂ, നമ്മളൊരു ലായകം എടുത്തു, അതിൽ ഒന്നിലധികം ലീനങ്ങൾ ചേർന്നിട്ടുണ്ട്. ഈ ലീനം എന്ന് പറയുന്നത് കുറച്ച് നിറങ്ങളാണെന്ന് സങ്കല്പിക്കുക, കുറച്ച് നിറങ്ങളാണ്. അപ്പം ഈ നിറങ്ങളെ നമുക്ക് ആ ലായകത്തിൽ നിന്ന് വേർതിരിക്കണം. അപ്പം നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നു? ഇവിടെ ഒരു ഫിൽട്ടർ പേപ്പർ അല്ലേ, ശരിയല്ലേ? ഫിൽട്ടർ പേപ്പർ കൊടുക്കുമ്പം ആ കണികളുണ്ടല്ലോ, ആ ചായം കലർന്ന ആ കണികൾ എന്ത് ചെയ്യുന്നു? ഈ ഫിൽട്ടർ പേപ്പറിൽ പറ്റിപ്പിടിക്കുന്നു. അങ്ങനെ പറ്റിപ്പിടിക്കുമ്പോൾ എന്താണ്? ലായകത്തിൽ നിന്ന് വേർതിരിഞ്ഞ് വരികയാണ് ഈ ഫിൽട്ടർ പേപ്പറിലേക്ക്. ഈ ലായകത്തിലുള്ള നിറം അങ്ങനെ ഫിൽട്ടർ പേപ്പറിൽ ആവുകയും ലായകത്തിൽ എന്താണ്? ആ ലീനം അങ്ങോട്ട് എടുത്തു മാറ്റപ്പെട്ടു. ക്ലിയർ ആണോ? ഓക്കെ, ഇത് പാഠപുസ്തകത്തിൽ വൃത്തിയായിട്ട് തന്നിട്ടുണ്ട്. പറ്റിയാൽ അതൊന്ന് വായിച്ച് നോക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് എന്താണ് നമ്മൾ ഈ നിറങ്ങളെ അതിൽ നിന്നും ആ ലായകത്തിൽ നിന്നും എടുത്തു മാറ്റുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? അതിശോഷണം. ഓക്കെ, അത് എങ്ങനെയാണ് എടുത്തു മാറ്റുന്നത്? ഈ ഫിൽട്ടർ പേപ്പറിൽ ഈ കളർ പോയി പറ്റിപ്പിടിക്കും. ഈ കളറിൽ, അതായത് ഈ ലീനത്തിലെ തന്മാത്രകൾ എന്താണ്? ആ ഫിൽട്ടർ പേപ്പറിലോട്ട് പറ്റിപ്പിടിക്കും, ആകർഷിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് എന്താണ്? ഫിൽട്ടർ പേപ്പറും കണികകളും തമ്മിലുള്ള ആകർഷണം മൂലം കണികൾ ഫിൽട്ടർ പേപ്പറിൽ പറ്റിപ്പിടിക്കുന്ന പ്രക്രിയയാണ് അതിശോഷണം എന്ന് പറയുന്നു. ഇനി അടുത്തത് സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിനെതിരായി ദ്രാവകങ്ങൾ മുകളിലോട്ട് ഉയരുന്ന പ്രതിഭാസമാണ് കേശികത്വം. എന്താണ്? സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിനെതിരായി ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസമാണ് കേശികത്വം. നോക്കൂ, നമ്മളൊരു വിളക്ക് കത്തിച്ചു, മണ്ണെണ്ണ വിളക്ക്. നോക്കൂ, മണ്ണെണ്ണ പണ്ടൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്ന വിളക്ക് എന്താണ്? മണ്ണെണ്ണ ഉപയോഗിച്ചുള്ള വിളക്കാണ് അല്ലേ? റാന്തലും മറ്റു കാര്യങ്ങളും. എന്തുകൊണ്ടാണ്? ഇതിലെ കണികൾ മുകളിലോട്ട് സഞ്ചരിക്കുന്നത്? അത് ഭൂമിയുടെ ഭൂഗുരുത്വത്തിന് എതിരായി പ്രവർത്തിക്കുന്നു അല്ലേ? അപ്പോൾ ഈ പ്രക്രിയക്ക് പറയുന്ന പേരാണ് കേശികത്വം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ അടുത്ത് നോക്കാം. മിശ്രിതത്തിലെ ഒരു മിശ്രിതം എടുത്തു. ആ മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും എന്ത് ചെയ്യാൻ പറ്റും? ചൂടാക്കി അതിനെ നീരാവിയാക്കി മാറ്റാൻ കഴിയും. ബാഷ്പീകരണശീലമുള്ളതും മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതുമായാൽ ആ മിശ്രിതം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് സ്വേദനം. മനസ്സിലായോ? എന്താണ്? ഒരു മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലമാണ്. ഓക്കെ, എന്നാൽ മറ്റൊരു വസ്തുവിന് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിനെ ബാഷ്പീകരിച്ച് കളയാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു മിശ്രിതം എടുത്താൽ അതിൽ ഒരു ഘടകത്തെ മാത്രം ബാഷ്പീകരിച്ച് വേർതിരിക്കാൻ കഴിയുന്നതിനെ പറയുന്ന പേരാണെന്ത്? സ്വേദനം എന്ന് പറയുന്നത്. എന്താണ്? സ്വേദനം. ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പിനോടൊപ്പം ജലവും വേർതിരിച്ച് കിട്ടാൻ ഉപയോഗിക്കുന്ന ആ മാർഗമാണ് സ്വേദനം. ഇപ്പം ക്ലിയർ ആയോ? ഉപ്പ് എന്ന് പറയുന്നത് എന്താണ്? ബാഷ്പീകരിച്ച് കളയാൻ കഴിയില്ല. എന്നാൽ ജലത്തെ നമുക്ക് ബാഷ്പീകരിക്കാൻ കഴിയും. അങ്ങനെ ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പിനോടൊപ്പം എന്ത് ചെയ്യണം? നമുക്ക് ഉപ്പ് വേറെ വേണം, ജലവും വേറെ വേണം. ജലം നമുക്ക് ബാഷ്പീകരിച്ച് കളയാൻ ഒക്കില്ല. ഓക്കെ, അപ്പോൾ ആ ജലവും നമുക്ക് എന്താണ്? വേർതിരിച്ച് നമുക്ക് ജലമായിട്ട് തന്നെ കിട്ടണം. ഇപ്പം നമ്മൾ ഉപ്പ് കുറുക്കുകയാണെങ്കിൽ എന്താ ചെയ്യുക? ഉപ്പുവെള്ളത്തെ വറ്റിച്ച് ഉപ്പ് മാത്രമായിട്ട് എടുക്കും അല്ലേ? അങ്ങനെ ഈ ബാഷ്പീകരിപ്പിച്ച് ഉപ്പായി എടുക്കുന്നതിന് പകരം എന്ത് ചെയ്യണം? ഉപ്പായിട്ടും കിട്ടണം, ജലമായിട്ടും കിട്ടണം. ഇങ്ങനെ നമ്മൾ വേർതിരിച്ച് എടുക്കാൻ ഉപയോഗിക്കുന്ന മാർഗത്തെ പറയുന്ന പേരാണെന്ത്? സ്വേദനം. ക്ലിയർ അല്ലേ? തമ്മിൽ കലരുന്ന ദ്രാവകങ്ങൾ അടങ്ങിയ മിശ്രിതത്തിലെ ഘടകങ്ങൾക്ക് എന്താണ്? തമ്മിൽ കലരുന്ന ദ്രാവകങ്ങൾ. നോക്കൂ, എല്ലാ ദ്രാവകങ്ങളും തമ്മിൽ കലരുമോ? ഇല്ല അല്ലേ? ചില ദ്രാവകങ്ങൾ മാത്രമേ തമ്മിൽ കലരുള്ളൂ. ഇപ്പം നമ്മൾ എണ്ണയും വെള്ളവും എടുത്തു, ജലവും എണ്ണ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഇവ തമ്മിൽ കൂടി കലരുമോ? ഇല്ല അല്ലേ? അതുപോലെ തമ്മിൽ കലരുന്ന ദ്രാവകങ്ങൾ അടങ്ങിയ മിശ്രിതത്തിലെ ഘടകങ്ങൾക്ക് തിളനിലയിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അവ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? സ്വേദനം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എന്താണ്? നോക്കൂ, അതിനൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എന്താണ്? ജലവും അസറ്റോണും. ഇതെന്താണ്? തമ്മിൽ കലരുന്ന ദ്രാവക മിശ്രിതമാണ് കേട്ടോ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് വേർതിരിച്ചെടുക്കണം? അസറ്റോണിനെയും ജലത്തെയും വേറെ
വേർതിരിച്ചെടുക്കണം. അങ്ങനെ വേറെ വേറെ വേർതിരിച്ചെടുക്കണമെന്ന് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുന്ന പ്രക്രിയയാണ് എന്ത്? ഈ സ്വേദനം എന്ന് പറയുന്നത്. എങ്ങനെയാണ്? ജലത്തിൻ്റെ തിളനില എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസും അസറ്റോണിൻ്റെ തിളനില എന്ന് പറയുന്നത് 50 ഡിഗ്രി സെൽഷ്യസുമാണ്. ഈ മിശ്രിതം വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് സ്വേദനമാണ്. എങ്ങനെയാണ് വേർതിരിക്കാം? ഓക്കെ, 56 ഡിഗ്രി സെൽഷ്യസിൽ ഇത് എന്തായി മാറും? ബാഷ്പമായി മാറും അല്ലേ? അപ്പം ഈ 56 ഡിഗ്രിയോ അല്ലെങ്കിൽ അതിന് മുകളിലോ തൊട്ട് മുകളിലോ ഉള്ള ഡിഗ്രിയിൽ ഈ മിശ്രിതത്തെ ചൂടാക്കുന്നു. അങ്ങനെ ഈ മിശ്രിതം ചൂടാവുമ്പോൾ അസറ്റോൺ എന്തായി മാറുന്നു? ആ അസറ്റോൺ വേഗം ബാഷ്പീകരിക്കുന്നു. അങ്ങനെ ആ ബാഷ്പീകരിച്ച ആ അസറ്റോണിനെ വീണ്ടും തണുപ്പിച്ച് എന്താക്കി മാറ്റാം? അസറ്റോണിനെ മാറ്റി വേർതിരിച്ച് എടുക്കാം. ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്തത് അംശുക സ്വേദനം. മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ എന്താണ്? അവിടെ തിളനിലയാണ് ഇമ്പോർട്ടൻ്റ്. മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എങ്കിൽ, നോക്കൂ, വലിയ വ്യത്യാസമുണ്ടെങ്കിൽ സ്വേദനം പ്രയോഗിക്കാം. എന്നാൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എങ്കിൽ അംശിക സ്വേദനം അപ്ലൈ ചെയ്യുന്നു. എന്താണ്? ഒരു മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളെ വേർതിരിച്ചെടുക്കണം അല്ലേ? രണ്ടും രണ്ടായിട്ട് തന്നെ നമുക്ക് വേർതിരിച്ചെടുക്കണം. എന്നാൽ അവയുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എങ്കിൽ ഉപയോഗിക്കുന്ന മാർഗമാണ് എന്ത്? അംശിക സ്വേദനം. നോക്കൂ, അംശിക സ്വേദനത്തിന് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? എഥനോളും മെഥനോളും. എഥനോളിൻ്റെ തിളനില എന്ന് പറയുന്നത് 78 ഡിഗ്രി സെൽഷ്യസും മെഥനോളിൻ്റെ തിളനില എന്ന് പറയുന്നത് 65 ഡിഗ്രി സെൽഷ്യസുമാണ്. ഓക്കെ, ഇതൊരു മിശ്രിതമാണ്. ഇതൊരു മിശ്രിതമാണ്. ഇതിൽ നിന്ന് രണ്ടും സെപ്പറേറ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് തമ്മിലുള്ള നോക്കൂ, തിളനിലയിലെ വ്യത്യാസം കുറവാണ് അല്ലേ? അതിൻ്റെ താപനിലകളിലെ വേരിയേഷൻ എന്ന് പറയുന്നത് കുറവാണ്. അപ്പോൾ ഈ മിശ്രിതത്തെ നമ്മൾ എന്ത് ചെയ്യണം? വേർതിരിച്ചെടുക്കണം. ഇങ്ങനെയുള്ള തിളനില വ്യത്യാസം കുറഞ്ഞ മിശ്രിതങ്ങളെ വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് എന്തെന്ന് പറയുന്നത്? അംശിക സ്വേദനം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നോക്കൂ, ക്രൂഡ് ഓയിലിൽ നിന്നാണ് നമ്മൾ പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, നാഫ്ത തുടങ്ങിയവ വേർതിരിച്ചെടുക്കുന്നത് അല്ലേ? തുടങ്ങിയവ നമുക്ക് ലഭിക്കുന്ന ഏതിൽ നിന്നാണ്? ക്രൂഡ് ഓയിലിൽ നിന്നാണ്. ക്രൂഡ് ഓയിലിൽ നിന്ന് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, നാഫ്ത തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് അംശിക സ്വേദനം. അപ്പം നമുക്ക് ഈ ഒരു ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയില്ലേ? ഓക്കെ, അംശിക സ്വേദനം ഉപയോഗിച്ച് വേർതിരിച്ചെടുക്കാൻ പറ്റുന്ന പദാർത്ഥങ്ങളേവാ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളേവാ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ക്രൂഡ് ഓയിലിൽ നിന്ന് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, നാഫ്ത തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് അംശിക സ്വേദനം. അപ്പോൾ 2 എക്സാമ്പിൾ പഠിച്ചു വയ്ക്കാം. എന്തിന്? അംശിക സ്വേദനത്തിന്. എന്തൊക്കെയാണ്? ക്രൂഡ് ഓയിലിൽ നിന്ന് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, നാഫ്ത തുടങ്ങിയവ വേർതിരിച്ചെടുക്കുന്നു. 2 എന്താണ്? എഥനോളും മെഥനോളും അല്ലേ? എഥനോളിൻ്റെയും മിശ്രിതത്തിൽ നിന്ന് മെഥനോളിനെയും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് എന്ത്? അംശിക സ്വേദനം. അങ്ങനെ എക്സാമ്പിൾ സഹിതം നമ്മളിത് പഠിച്ചു വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യില്ല? തെറ്റിപ്പോവില്ല. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്? പരസ്പരം കലരാത്ത. ഇതുവരെ നമ്മൾ പരസ്പരം കലരുന്ന പദാർത്ഥങ്ങളാണ് നോക്കിയത്. ഇനി അടുത്തത് പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ അവയുടെ മിശ്രിതത്തിൽ നിന്ന് വേർതിരിക്കാനുള്ള ഒരു ഉപകരണമാണ് എന്താണ്? സെപ്പറേറ്റിംഗ് ഫണൽ. എന്താണ്? സെപ്പറേറ്റിംഗ് ഫണൽ. പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ അവയുടെ മിശ്രിതത്തിൽ നിന്ന് വേർതിരിക്കാനുള്ള ഒരു ഉപകരണമാണ് സെപ്പറേറ്റിംഗ് ഫണൽ. ഇത് വലിയ സംഭവമല്ല. എന്താണ്? ഒരു ഫണൽ സങ്കല്പിക്കൂ. ഫണൽ പോലെയുള്ള ഒരു പാത്രം അല്ലെങ്കിൽ ഒരു ബീക്കർ. ഫണൽ പോലെയുള്ള ഒരു ബീക്കർ എടുത്തു. ഓക്കെ, അപ്പോൾ അതിൽ ഈ പരസ്പരം കലരാത്ത ഈ ദ്രാവകം ഉണ്ടല്ലോ, അത് ഒഴിച്ചു. എക്സാമ്പിൾ ഇപ്പം നമുക്ക് ജലവും പെട്രോളോ അല്ലെങ്കിൽ ജലവും എണ്ണയോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതിൻ്റെ സാന്ദ്രത അനുസരിച്ച്, ഇതിൻ്റെ സാന്ദ്രത കൊണ്ട് എന്താണ് സംഭവിക്കുക? സാന്ദ്രതയിലെ വ്യതിയാനം മൂലം ഇവ പരസ്പരം കലരാതെ കിടക്കും. ശരിയല്ലേ? അപ്പോൾ ജലവും ഉണ്ടാവും, എണ്ണയുണ്ടാവും. എണ്ണ മുകളിലുണ്ടാവും, ജലം താഴെ ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ ആ ഫണലിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു ടാപ്പ് പോലുള്ള ഒരു സാധനം ഇല്ലേ, അത് ഫിറ്റ് ചെയ്യുക. ടാപ്പ് പോലെ ഉള്ള ഒരു സാധനം ഫിറ്റ് ചെയ്യുക. എന്നിട്ട് അത് തുറന്നു കഴിഞ്ഞാൽ എന്താണ്? താഴെ കൂടെ ജലം ആദ്യം പോകും. എപ്പോഴും എണ്ണ മുകളിലല്ലേ നിൽക്കുക? ജലം ആദ്യം ഊർന്നു പോകും അല്ലേ? അപ്പം നമ്മൾ ജലത്തെ വേർതിരിച്ചു. ശരിയാണോ?
ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയണം. പാഠപുസ്തകത്തിൽ ഇത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, പറ്റുമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം. അപ്പോൾ എന്താ പറഞ്ഞത്? സെപ്പറേറ്റിംഗ് ഫണൽ, പരസ്പരം കലരാത്ത, ഈ പോയിന്റ് വൃത്തിയായി പഠിക്കുക, പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ അവയുടെ മിശ്രിതത്തിൽ നിന്ന് വേർതിരിക്കാനുള്ള ഒരു ഉപകരണമാണ് സെപ്പറേറ്റിംഗ് ഫണൽ. എക്സാമ്പിൾ എന്താണ്? എണ്ണയും ജലവും അല്ലേ? ഓക്കെ, ഇതെന്തെങ്കിലും ഒന്ന് മനസ്സിലോർത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് എന്താണ്? അമോണിയം ക്ലോറൈഡും മണലും ചേർന്ന മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ഉത്പതനം. അമോണിയം ക്ലോറൈഡ് മണലും ചേർന്ന മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് എന്ത്? ഉത്പതനം. എന്താണ് ഉത്പതനം എന്ന് പറഞ്ഞു അല്ലേ? എന്താണ്? ഖരാവസ്ഥയിൽ നിന്ന് നേരെ ഏത് അവസ്ഥയിലേക്ക് പോകുന്നു? വാതകാവസ്ഥയിലേക്ക് പോകുന്നു അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത് കണികകളുടെ ഭാരവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാനുള്ള മാർഗമാണ് സെൻട്രിഫ്യൂഗേഷൻ. നമ്മളിപ്പോൾ സെൻട്രിഫ്യൂഗേഷൻ പഠിച്ചില്ലേ? അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സെൻട്രിഫ്യൂഗേഷൻ നടക്കുന്നത്? അല്ലെങ്കിൽ കണികകൾ ഒരു സ്ഥലത്തേക്ക് മാറുന്നത്, അല്ലെങ്കിൽ വേർതിരിക്കാൻ പറ്റുന്നത്? നമുക്ക് കണികകളെ എങ്ങനെയാണ് വേർതിരിക്കാൻ പറ്റുന്നത്? കണികകളുടെ ഭാരവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാനുള്ള മാർഗമാണ് സെൻട്രിഫ്യൂഗേഷൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കിയാലോ? നോക്കാവോ? ഓക്കെ, ഇത് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. പറ്റുമെങ്കിൽ ടെക്സ്റ്റ് ഒന്ന് വായിക്കുക, അല്ലെങ്കിൽ ഇത് തന്നെ, അതായത് ഈ ചാപ്റ്റർ തന്നെ ഒന്ന് 2, 3 പ്രാവശ്യം റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, നമ്മൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞത്? ഒരു പദാർത്ഥം അല്ലെങ്കിൽ ഒരു പദാർത്ഥം അഥവാ ദ്രവ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥിതി ചെയ്യാൻ ആവശ്യമുള്ളതും മാസുള്ളതുമായ എല്ലാ വസ്തുക്കളും അറിയപ്പെടുന്ന പദാർത്ഥം അഥവാ ദ്രവ്യം എന്നാണ്. ഒരു പദാർത്ഥത്തിന് 7 അവസ്ഥകളുണ്ട്: ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗോൺ പ്ലാസ്മ. പദാർത്ഥത്തിന്റെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. ഉന്നതമായ താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിന്റെ അവസ്ഥയാണ് പ്ലാസ്മ. കണികകൾ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നത് ഖരാവസ്ഥയിലാണ്. കണികൾ തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലുള്ളത് വാതകാവസ്ഥയിലാണ്. അവസ്ഥാ പരിവർത്തനത്തിന് കാരണം താപനിലയിലുള്ള വ്യത്യാസമാണ്. ചില ഖരപദാർത്ഥങ്ങൾ ചൂടാക്കിയാൽ ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? ഉത്പതനം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ എന്താണ്? അമോണിയം ക്ലോറൈഡ് മണലും ചേർത്ത മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് എന്ത്? ഉത്പതനം. ഉത്പതനം സംഭവിക്കുന്ന വസ്തുക്കൾ പാറ്റ, ഗുളിക, അയഡിൻ, കർപ്പൂരം എന്നിവയാണ്. ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരുന്നത് അറിയപ്പെടുന്നതാണ് വ്യാപനം അഥവാ ഡിഫ്യൂഷൻ. ഒരേ സ്വഭാവമുള്ള കണികളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളാണ് ശുദ്ധപദാർത്ഥങ്ങൾ. വ്യത്യസ്ത സ്വഭാവമുള്ള കണികളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളാണ് മിശ്രിതങ്ങൾ. ക്ലിനിക്കൽ ലാബുകളിൽ രക്തസാമ്പിളുകളിൽ നിന്ന് രക്തകോശം വേർതിരിക്കാനും രാസപരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ അവക്ഷിപ്തം വേഗത്തിൽ വേർതിരിക്കാനും ഉപയോഗിക്കുന്ന മാർഗമാണ് സെൻട്രിഫ്യൂഗേഷൻ. സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സെൻട്രിഫ്യൂജ്. തൈരിൽ നിന്നും വെണ്ണ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് സെൻട്രിഫ്യൂഗേഷൻ. ക്ലിയർ ആണോ? അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സെൻട്രിഫ്യൂഗേഷൻ നടക്കുന്നത്? കണികകളുടെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാനുള്ള മാർഗമാണ് എന്തെന്ന് പറയുന്നത്? സെൻട്രിഫ്യൂഗേഷൻ. ഒരേ ലായനിയിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ക്രൊമാറ്റോഗ്രാഫി. ചായങ്ങളിൽ നിന്ന് ഘടകങ്ങൾ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് ക്രൊമാറ്റോഗ്രാഫിയാണ്. രക്തത്തിൽ കലർന്ന വിഷാംശം വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് ക്രൊമാറ്റോഗ്രാഫിയാണ്. ക്രൊമാറ്റോഗ്രാഫിക്ക് ആധാരം എന്ന് പറയുന്ന അതിശോഷണമാണ്. നിറമുള്ള പദാർത്ഥങ്ങൾ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് ക്രൊമാറ്റോഗ്രാഫി. സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിനെതിരായി ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസമാണ് കേശുകത്വം. ഫിൽറ്റർ പേപ്പറും കണികകളും തമ്മിലുള്ള ആകർഷണം മൂലം കണികകൾ ഫിൽറ്റർ പേപ്പറിൽ പറ്റിപ്പിടിക്കുന്ന പ്രക്രിയയാണ് അതിശോഷണം. മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതുമായാൽ ആ മിശ്രിതം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് സ്വേദനം. ഞാനിവിടെ വായിച്ചു പോകുമ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങൾ ഒന്ന് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക. ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പിനോടൊപ്പം ജലവും വേർതിരിച്ചു കിട്ടാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് സ്വേദനം. തമ്മിൽ കലരുന്ന ദ്രാവകങ്ങൾ അടങ്ങിയ മിശ്രിതത്തിലെ ഘടകങ്ങൾക്ക് വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അവ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് സ്വേദനം. ജലത്തിൻ്റെ തിളനില 100 ഡിഗ്രി, അസറ്റോണിൻ്റെ തിളനില 56 ഡിഗ്രി, കലർന്ന മിശ്രിതം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന സ്വേദനമാണ്. മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എങ്കിൽ അവയെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് എന്തെന്ന് പറയുന്നത്? അംശുക സ്വേദനം. എഥനോളിൻ്റെ തിളനില 78 ഡിഗ്രി, മെഥനോളിൻ്റെ തിളനില 65 ഡിഗ്രി സെൽഷ്യസ് കലർന്ന ദ്രാവകം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് അംശുക സ്വേദനം. ക്രൂഡ് ഓയിൽ നിന്ന്
പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, നാഫ്ത തുടങ്ങിയവ ഉൽപ്പന്നങ്ങൾ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് അംശീക സ്വേദനം. പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ അവയുടെ മിശ്രിതത്തിൽ നിന്ന് വേർതിരിക്കാനുള്ള ഉപകരണമാണ് സെപ്പറേറ്റിംഗ് ഫണൽ. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഒന്നുകൂടെ ഇത് കേട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതൊന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടെ വ്യക്തമാവും. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്